ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ യൂട്യൂബിലിടാൻ പോകുന്നത്. രാവിലെ ഒരു 6:10 ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുക്കളയുടെ ആ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാം. ഇത് വെളിയിൽ നിന്നുള്ള കാഴ്ച, നമ്മുടെ അടുക്കള ഭാഗത്തെ കാഴ്ചയാണ്. അപ്പോൾ രാവിലെ ഞാൻ തലേദിവസം ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചായിരുന്നു. നമുക്കത് ഉപ്പിട്ട് ആ മാവൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിന് മുമ്പ് 2 ഷോർട്സ് ഞാൻ തലേദിവസം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് കലക്കി വെച്ചു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കണം. ഫ്രിഡ്ജൊന്നും കണ്ട് പേടിക്കണ്ട, ഒരുപാട് അലങ്കോലപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം പാലെടുത്തു. നമുക്കിനി ചായയ്ക്കും പാലിനുമൊക്കെ വയ്ക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരി സെറ്റാക്കി, പാലും സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇഡലിക്കുള്ള മാവ് നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഇടയ്ക്ക് അതായത് ഒരുപോലെ ഇങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് പെട്ടെന്ന് ജോലി തീരും. അപ്പം അതെല്ലാം ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡലി മാവ് ഈ പാത്രത്തിൽ ഒഴിച്ച് സെറ്റാക്കി വയ്ക്കും. അപ്പോഴത്തേനും ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇറക്കാറാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇഡലി മാവൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം മാവൊക്കെ ഒഴിച്ച് ഇനി അടുത്ത തട്ട് നമുക്ക് ഈ ഇഡലി പാത്രത്തിൻ്റെ അല്ല, അത് നമ്മുടെ പഴയ ഇഡലി പാത്രത്തിൻ്റെ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കുറച്ചധികം ഇഡലി കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പഴയ ഒരു ഇഡലി തട്ടും കൂടെ വെച്ചിട്ടുള്ളത്. ഈ പാത്രത്തിലുള്ളതല്ല. അപ്പോൾ ഞാൻ ഇഡലി മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരാറായി കേട്ടോ. അപ്പം പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിനി പാല് മാറ്റണം. ചായയ്ക്കും പാലിനും കൂടെയാണ് വെച്ചത്. അപ്പം എനിക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 2ാം ക്ലാസ്സിൽ, ഒരാൾക്ക് 2.5 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള പാല് മാറ്റിയിട്ട് ഇനി അച്ചാച്ചനുള്ള ചായക്കുള്ള പാല് വയ്ക്കണം. അപ്പം അച്ചാച്ചനെന്ന് പറയുന്നത് ഹസ്ബൻഡിനാണ്. അപ്പോൾ ആൾക്കുള്ള ചായക്ക് തേയില ഇട്ടു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇഡലിയൊക്കെ സെറ്റാക്കി. കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. സാമ്പാർ വയ്ക്കാനാണ്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. അപ്പോഴത്തേനും നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അപ്പം അത് അരിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഗ്ലാസ്സിലോട്ട് മാറ്റുന്നതൊന്നും എടുത്തിട്ടില്ല. അപ്പം ഓൾറെഡി ചായ വെച്ച അതേ അടുപ്പിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും സെറ്റാക്കി. ഇനി നമുക്ക് അരി എടുക്കണം. നമുക്ക് ഇപ്പുറത്ത് നമ്മൾ അരി വെച്ചിട്ടുണ്ടല്ലോ, ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള അരി എടുത്ത് കഴുകി നമുക്ക് അരിയും കൂടെ കലത്തിൽ, ആ സമയം കൊണ്ട് വെള്ളം തിളച്ചു. ഇതൊക്കെ പെട്ടെന്നാണ് വീഡിയോ എടുത്തത്. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഒരു കൈ കൊണ്ടാണ് എടുത്തത്. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അരിയിട്ട് സെറ്റാകുമ്പോഴത്തേനും ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇട്ട് വേവിക്കുന്നത്. നമുക്കതാണ് എളുപ്പം രാവിലെ. അപ്പം കുറച്ച് സ്പീഡിലാക്കിയതാണ്, കുറച്ച് ലാഗ് ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്പീഡിലാക്കി അതിനകത്തുള്ള പൊടികളൊക്കെ ഇട്ട് ഉപ്പിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച്. ഇപ്പോൾ കണ്ട നമ്മുടെ സാമ്പാർ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ട് അതിനകത്ത്. അപ്പം അതെല്ലാം സെറ്റാക്കി അവിടെ വയ്ക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഇഡലി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഡലി തണുക്കാൻ വയ്ക്കാം. ആ തണുക്കാൻ വയ്ക്കുന്ന ഇതിൽ തന്നെ നമുക്ക് സാമ്പാറും കൂടെ എടുത്ത് വയ്ക്കാം അടുപ്പിലോട്ട്. അപ്പോൾ സാമ്പാറും വെച്ചു. ആ സമയം കൊണ്ട് ഇഡലി തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള തേങ്ങ തിരുവാം. അങ്ങനെ തേങ്ങയൊക്കെ തിരുവി സെറ്റാക്കി നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡിയായി. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട്. സാമ്പാർ റെഡിയാവുന്ന അപ്പോഴത്തേനും ഞാൻ ഇഡലി തണുത്തിട്ടുണ്ട്. ആ ഇഡലി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റും.
ഇത് ഇഡ്ഡലി കുറച്ച് സോഫ്റ്റ് ആണെന്ന് കാണിക്കുന്നതാണ്. അത്ര സോഫ്റ്റൊന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ സാമ്പാർ സെറ്റായി. നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. ഇതിൻ്റെ ഇടയിൽ മൂത്ത ആളെ വിളിച്ചു, സ്കൂളിൽ പോകാൻ സമയമായി. അപ്പം എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം വീഡിയോ, ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ആളടുത്ത് പറഞ്ഞു ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന്. ഞാൻ പറഞ്ഞ് റെസിപ്പിയൊന്നും പറഞ്ഞു കൊടുക്കാറായില്ല, ഇതൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മുടെ കൊച്ചുള്ളി, കടുക് താളിക്കാനായിട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിട്ട് ഞാൻ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളി കരിഞ്ഞു കേട്ടോ കുറച്ച്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് അറിയാൻ പറ്റും. ഞാൻ എന്നാലും അത് പകുതി കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റും. അത് മസാല ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ വഴറ്റിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനായിട്ട് പോയി, ഇങ്ങനെ വീഡിയോസിൻ്റെ കാര്യമൊക്കെ പറയാൻ കേട്ട്. അപ്പോഴത്തേനും അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. സാമ്പാറിന് കുറച്ച് കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. എന്നാലും എപ്പോഴും വലിയ നല്ല സാമ്പാറൊന്നുമല്ല ഉണ്ടാക്കുന്നത്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സാമ്പാർ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് മസാലയൊക്കെ ഇട്ടുകൊണ്ട് ഉള്ളി സൈഡിൽ കരിഞ്ഞിരിപ്പുണ്ട്. പിന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് വെള്ളമാണ്, ഇച്ചിരി ലൂസായിട്ട് മോൾക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കൊണ്ടുപോകാൻ പാകത്തിന് കുറച്ച് ലൂസ്, കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവുമല്ലോ, ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ സെറ്റായി. അപ്പം നമ്മുടെ ഇഡലി, സാമ്പാർ, നമ്മുടെ തേങ്ങാ ചട്നി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ടിഫിൻ ബോക്സിലോട്ട് ആക്കുവാണ്. അപ്പം ആക്കുന്നത് മോളാണ്. ഫസ്റ്റ് ഇഡലിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അത് വീഡിയോ എടുക്കുന്നത് മോളാണ്. അപ്പം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. സാമ്പാർ ആ പാത്രത്തിൽ ഒഴിക്കാൻ പറ്റത്തില്ല, അത് ലീക്കാവും. അതുകൊണ്ട് വേറൊരു പാത്രം ഒഴിച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ച് അടച്ചു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് സ്നാക്സ് എടുത്ത് വയ്ക്കുന്നത് മോളാണ് കേട്ടോ. അപ്പം സ്നാക്സൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ആൾ സ്നാക്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എപ്പോഴും കൊണ്ടുപോയൊന്നുമില്ല, വല്ലപ്പോഴും എപ്പോഴും ബിസ്ക്കറ്റൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആൾ തന്നെ സാധാരണ ഞാനാണ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ലഞ്ച് ബാഗിനകത്ത് സ്പൂണൊക്കെ കൊണ്ടുപോകണവർക്ക്, അപ്പോൾ സ്പൂണൊക്കെ എടുത്ത് ടവലിൽ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളം നമുക്കതിനകത്ത് വയ്ക്കാൻ പറ്റില്ല, അത് ഇച്ചിരി വലിയ കുപ്പി ആയതുകൊണ്ട് അത് ബാഗിൽ സൈഡിൽ തന്നെ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ ആളുടെ ഡ്രസ്സൊക്കെ തേച്ച്, തലേദിവസം തേച്ചില്ല, രാവിലെയാണ് എണീറ്റ് തേച്ചത്. അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ ഈ മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇളയ ആൾ എണീറ്റിട്ടുണ്ട്, അയാളുടെ അടുത്തുള്ള ഗുസ്തിയാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.